ഗസയിൽ കൂട്ടക്കുരുതി തുടരുന്നതിനിടയിലും ഇസ്രായേലിനെ അഭിനന്ദിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബോംബാക്രമണം താൽക്കാലികമായി നിർത്തിയ ഇസ്രായേൽ തീരുമാനത്തെ അഭിനന്ദിക്കുന്നതായാണ് ട്രംപിന്റെ പ്രതികരണം. ബന്ദികളുടെ കൈമാറ്റത്തിൽ ഹമാസ് ഉടൻ തീരുമാനമെടുത്തില്ലെങ്കിൽ എല്ലാ സാധ്യതയും ഉപയോഗിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. MC നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, നമുക്കറിയാം ഒരു താൽക്കാലികമായി ആക്രമണം ഒന്ന് നിർത്തിയെങ്കിലും പിന്നീട് അതേ അതിശക്തമായ ആക്രമണം തുടരുന്ന കാഴ്ചകളാണ് നമുക്ക് ഗസയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ട്രംപിന്റെ ഈ ഒരു പ്രതികരണം ഇത് ഏത് ഘട്ടത്തിലാണ്? അവിടെ ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഇപ്പോൾ 46 പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ 37 പേരും കൊല്ലപ്പെട്ടിരിക്കുന്നത് ഗസ സിറ്റിയിലാണ്. ഭക്ഷണത്തിന് വരി നിന്ന 4 പേരും ഈ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും. ഈ കൊല്ലപ്പെട്ട ഈ 46 പേരിൽ 6ലധികം കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. ഇത്രയും കിരാതമായിട്ടുള്ള ഒരു കൊടും ക്രൂരത ഈ ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയും ഇസ്രായേൽ നടത്തുന്ന അതേ ഘട്ടത്തിലാണ് ഈ ബോംബാക്രമണം നിർത്തിയ ഇസ്രായേൽ നടപടി ഈ 20 ദിന പദ്ധതി നടപ്പാക്കാനുള്ള മാർഗത്തിലെ വലിയൊരു ചുവടുവെപ്പാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ താൻ അഭിനന്ദിക്കുന്നതായിട്ടുള്ള ഒരു ട്വീറ്റ് ഇപ്പോൾ അല്പം മുമ്പ് ട്രംപ് നടത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഹമാസിനോട് എത്രയും പെട്ടെന്ന് ഈ 20 ദിന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങണം. അതിൽ കാലവിളംബം വരുത്തിയാൽ അതിശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവും. അതിന് ഗസ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. അതേസമയം നാളെ ഞായറാഴ്ച ഇവിടെ കെയ്റോയിൽ പ്രത്യേകമായിട്ടുള്ള ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് നീക്കം നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. കുഷ്നറും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും കെയ്റോയിലേക്ക് പുറപ്പെടും. ഹമാസ് സംഘവും ഇസ്രായേൽ സംഘവും മിക്കവാറും ഇന്ന് രാത്രിയോടുകൂടി കെയ്റോയിൽ എത്തുമെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ നേരത്തെയുള്ള ഈ 20 ദിന പദ്ധതി പ്രകാരം 3 ദിവസത്തിനുള്ളിൽ ബന്ദികളുടെ കൈമാറ്റം നടക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൽ ഹമാസ് നൽകിയിരിക്കുന്ന പ്രതികരണത്തിൽ അവർ വ്യക്തമാക്കുന്നത് ബന്ദികളെ കൈമാറാൻ തങ്ങൾ ഒരുക്കമാണ്, പക്ഷേ അതിനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യം രൂപപ്പെടണമെന്നാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി എന്നത് ആക്രമണം നിർത്തിവെക്കണം. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ടുള്ള ഗസ സിറ്റി ഉൾപ്പെടെയുള്ള ഏരിയയിൽ നിന്ന് സൈനിക പിന്മാറ്റവും വേണം. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയായിരിക്കും നാളെ കെയ്റോയിൽ പ്രധാനമായിട്ടും നടക്കുക. അതിൽ ഒരു നിലയ്ക്കുള്ള കാലവിളംബവും ഉണ്ടാകരുതെന്ന് ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ ആ ചർച്ച വളരെ നിർണായകമായിരിക്കും. ഏതെങ്കിലും അർത്ഥത്തിൽ അത് സാങ്കേതിക തടസ്സങ്ങളോ മറ്റോ രൂപപ്പെടുകയാണെങ്കിൽ ആക്രമണം കൂടുതൽ ശക്തമായിട്ട് പുനരാരംഭിക്കും. ഹമാസിനെതിരെ സാധ്യമായിട്ടുള്ള എല്ലാ വഴികളും താൻ ആരായും എന്നൊരു മുന്നറിയിപ്പ് കൂടി ട്രംപ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ ഈ 46 പേരുടെ ഒരു വധം അരുങ്കൊല നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്ര കണ്ട് ഈ ഒരു പദ്ധതി പ്രയോഗവൽക്കരിക്കാനും അതിലൂടെ ഒരു വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനും സാധിക്കുമെന്ന ആശങ്ക ഈ ഘട്ടത്തിലും നിലനിൽക്കുകയാണ്. അമൃത. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.